ഹലോ. അപ്പോൾ നമുക്ക് നേരെ ഇന്നലെ രാത്രിയിലേക്കൊന്ന് പോവാം. അതായത് അപ്പത്തിന് ആട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു കൂട്ടൊന്ന് പറഞ്ഞുതരാം. അപ്പം 2 കപ്പ് പച്ചരി കുതിർത്തതിലേക്ക് ഒരു 2 പിടി തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് ഒരു പിഞ്ചുപ്പും അതുപോലെ തന്നെ 1 സ്പൂൺ പഞ്ചസാരയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇന്ന് ഞാൻ ഈസ്റ്റ് ചേർക്കുന്നില്ല, പകരം സോഡാപ്പൊടിയാണ് ചേർക്കുന്നത്. ഒരു 2 നുള്ള സോഡാപ്പൊടിയും ചേർത്ത് കൊടുത്ത് ഒരു 1/2 കപ്പ് ചോറും ചേർത്ത് അരച്ച് വെച്ചതാണ് കേട്ടോ. അപ്പോൾ രാവിലെ ആയപ്പോഴത്തേനും നല്ലപോലെ അത് പൊന്തി വന്നിട്ടുണ്ടായിരുന്നു. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് ഇളക്കി അപ്പം ചുട്ടെടുത്തു. നല്ല സോഫ്റ്റ് അപ്പമായിരുന്നു, നല്ല ടേസ്റ്റും കേട്ടോ. ഇത് പണ്ട് തൊട്ടേ ഞങ്ങളുടെ വീട്ടിൽ ഇങ്ങനെ തന്നെയാണ് ചെയ്യുക. ചില സമയങ്ങളിൽ മാത്രമേ ഈസ്റ്റ് ചേർക്കാറുള്ളൂ. അപ്പോൾ അപ്പം ചുട്ടെടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ പുറത്തേക്കൊന്ന് ഇറങ്ങി റോസാക്കമ്പ് ഒന്ന് ജസ്റ്റ് കട്ട് ചെയ്ത് മാറ്റണം, കരിഞ്ഞതൊക്കെ അതൊക്കെ ഒന്ന് ചെയ്തു. എന്നിട്ട് ചായ ഇട്ടു. അപ്പോഴത്തേനും അമ്മയ്ക്ക് രാവിലെ അറിയാം, വീഡിയോ കാണുന്നവർക്കറിയാം, പിന്നെ നാമം ചെല്ലുന്ന ശീലമുണ്ട്. അപ്പോൾ അമ്മയ്ക്ക് കൊണ്ട് കൊടുത്തിട്ട് കടല കറി വെക്കാൻ പോവാണ്. അപ്പോൾ തക്കാളിയും പച്ചമുളകും ഒരു 10 അല്ലി വെളുത്തുള്ളിയും അതിനകത്ത് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പും ചേർത്ത് ആവശ്യത്തിനുള്ള വെള്ളവും ചേർത്തതാ വേവിക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. ഒരു 3 വിസിൽ അപ്പോഴത്തേനും അത് വേകും. എന്നിട്ട് കുറച്ച് പെരുംജീരകവും ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് ചട്ടി ചൂടാകുമ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമ്മൾ എടുത്ത് വെച്ച പെരുംജീരകത്തിൻ്റെയും വെളുത്തുള്ളിയും ഇഞ്ചിയും ചതച്ച് വെച്ച കൂട്ടുണ്ടല്ലോ, അതും കൂടെ ചേർത്ത് കൊടുക്കുക. ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്നത് മൂക്കണം. പച്ചച്ചോവ ശരിക്കും മാറണം കേട്ടോ, എന്നാലേ ആ കറിക്ക് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. നല്ലപോലെ ഒന്നത് മൂത്ത് വരട്ടെ, അതൊന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് നമ്മൾ പൊടികൾ നേരിട്ട് ചേർത്ത് കൊടുക്കുകയാണ്. മഞ്ഞൾപ്പൊടി ഒരു 1/4 സ്പൂണ്, അതുപോലെ തന്നെ ഒരു ചെറിയ സ്പൂണിന് ഒരു 3 സ്പൂൺ മല്ലിപ്പൊടി ഞാൻ ചേർക്കുന്നത്. മല്ലിപ്പൊടിയാണ് ഇതിന് കൂടുതലായിട്ട് ആവശ്യം. മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ എരിയില്ലാത്ത മുളക് പൊടിയാണ് 2 സ്പൂൺ ചേർക്കുന്നുണ്ട്. അപ്പം അതും കൂടെ നല്ലതുപോലെ ഒന്ന് മുരിഞ്ഞ് വരട്ടെ. നല്ല കണക്കൊന്ന് മുരിഞ്ഞ് വരുമ്പോഴത്തേനും നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന കടലയും പച്ചക്കറികളെല്ലാം കൂടെ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. അത് നല്ലത്. കടല ഞാൻ ശരിക്കും ഒന്ന് ഉടച്ചിട്ടുണ്ടായിരുന്നു തവി വെച്ചിട്ട്, അപ്പോൾ നല്ല കുറുകിയ ചാറോട് കൂടി കിട്ടും. ലാസ്റ്റ് മസാലപ്പൊടിയും ചേർത്തെടുത്ത് കഴിഞ്ഞാൽ നല്ല സൂപ്പർ വെള്ളക്കടല കറി വെച്ച് റെഡിയായി. അപ്പവും കൂട്ടി അടിപൊളി ടേസ്റ്റായിരുന്നു കേട്ടോ. എന്നിട്ട് നമ്മൾ നമ്മുടെ മണി പ്ലാന്റ് സെറ്റ് ചെയ്തിരുന്നതിലെ വെള്ളമെല്ലാം ഒന്ന് മാറ്റി, അത് കഴിഞ്ഞിട്ട് ഉച്ചക്കലത്തേക്ക് നെത്തോലി മുരിങ്ങക്കായ ഇട്ട് കറി വെക്കാൻ പോവാം. ഇത് നമ്മൾ നേരത്തെ അരച്ച തേങ്ങ അരച്ച കറിയുടെ റെസിപ്പി പറഞ്ഞിട്ടുണ്ട്. സെയിം റെസിപ്പി തന്നെയാണ്. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, അത് കണക്ക് ഇത്തിരി ഉലുവാപ്പൊടിയും കുറച്ച് മല്ലിപ്പൊടിയും കൂടെ ചേർത്തിട്ട് ചുവന്നുള്ളിയും ചേർത്ത് തേങ്ങ ഒന്ന് അരച്ചെടുക്കുക. മുരിങ്ങക്കായും അതുപോലെ തന്നെ കുടംപുളിയും തക്കാളിയും പച്ചമുളകും എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഈ അരപ്പ് ഒഴിച്ച് കൊടുത്ത ശേഷം അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളവും ഉപ്പും ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് അടച്ചു വെച്ച് വേവിക്കുക. അത് അരപ്പൊന്ന് തിളച്ച് നല്ല കണക്ക് വരുമ്പോഴത്തേനും കഴുകി വൃത്തിയാക്കി വെച്ചേക്കുന്ന മീനിട്ട് കൊടുക്കാം. അത് ഏത് മീനിൽ വേണമെങ്കിലും ഇങ്ങനെ ചെയ്യാം. ഞാനതിപ്പോൾ ഇന്ന് നെത്തോലി ആടുന്നുണ്ടായിരുന്നു, അപ്പോൾ അത് അങ്ങനെ ചെയ്തു. അപ്പോഴത്തേനും അത് കറി നല്ലപോലെ ഒന്ന് പറ്റി വരുമ്പോൾ അതിലേക്ക് പച്ച വെളിച്ചെണ്ണയും കറിവേപ്പില ഇട്ട് കൊടുത്തെടുത്താൽ നല്ല സൂപ്പർ കറി റെഡിയാണ്. വന്നപ്പോൾ ഊണിന് മീൻ വറുത്തതുണ്ടായിരുന്നു, രാവിലത്തെ കടലക്കറി, അതുപോലെ തന്നെ നമ്മുടെ ഈ നെത്തോലി കറിയും മോര് കാച്ചിയിട്ടുണ്ടായിരുന്നു, അത് ഇന്ന്. അപ്പോൾ അതൊക്കെ കൂട്ടി ഞങ്ങൾ കഴിച്ചു. പിന്നെ അമ്മ കൊടുത്തു വിട്ട ഒരു പഴുത്ത മാങ്ങ അച്ചാറായത് കേട്ടോ. പിന്നെ വൈകുന്നേരം ഒരു 4-4:30 ആയപ്പോൾ കുട്ടികൾ വന്നു. അവർക്കും രാവിലത്തെ പോലെ അപ്പം ചുട്ടു കൊടുത്തു. പിന്നെ വൈകുന്നേരത്തേക്ക് വിളക്ക് കത്തിക്കാനുള്ള കാര്യങ്ങളെല്ലാം അവിടെ എല്ലാം ഒന്ന് വൃത്തിയാക്കി വിളക്കൊക്കെ തേച്ച്. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ അത്രയേ ഉള്ളൂ. അപ്പം എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു.